നമ്മൾ ഹൈദരാബാദിൽ രാമോജി ഫിലിം സിറ്റിയിൽ പോയിട്ട് അന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ഏതോ ഒരു വിദേശത്തേക്ക് പോകുന്ന പോലെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയെന്ന്. അതിനുശേഷം പിന്നെ നമ്മൾ ഇങ്ങനെ നമ്മുടെ മലയാള സിനിമകളിലും അതുപോലെ തന്നെ ഒരുപാട് ഭാഷാ ചിത്രങ്ങളിലും ഷൂട്ടിംഗ് നടന്നിട്ടുള്ള സ്ഥലമാണിത്. നമ്മുടെ ഉദയനാണ് താരം എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയൊക്കെ ഷൂട്ടിംഗ് നടന്ന വീടുകളുടെയൊക്കെ ലൊക്കേഷൻ പോലെ കേട്ടോ. എല്ലാ വീടും ഒറിജിനലൊന്നും അല്ല കേട്ടോ. ചില ഭാഗത്തുള്ള വീടുകളൊക്കെ ഒറിജിനലല്ല. നമുക്ക് ടെറസിൻ്റെ മുകളിലേക്ക് നമുക്ക് നോക്കുന്ന പോലെ നോക്കിയാൽ കാണാം, ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. പക്ഷേ അതിന് ബാക്കിലേക്കൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെ നോക്കിയാലേ കാണുള്ളൂ. അപ്പോൾ എന്തൊരു രസം അത് കാണാനായിട്ടറിയോ. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് എനിക്ക് കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഞാൻ അങ്ങനെ പങ്കുവെക്കാൻ തന്നെയാണ് ഞാൻ ഇതൊക്കെ വീഡിയോസൊക്കെ എടുത്തത് എൻ്റെ കൂട്ടുകാരായിട്ട്. പിന്നെ എന്താ വെച്ചാൽ എപ്പോഴും ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിക്കേണ്ട വെച്ചിട്ട് ഇടയിൽ ഞാൻ കുറേ വേറെ വീഡിയോസ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ ചുറ്റുവട്ടത്തുള്ള രണ്ട് സൈഡിലും വീടുകളാണ് കേട്ടോ. നമ്മൾ നടുവ് കൂടെ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും വീടുകളാണ്. അപ്പോൾ അതെല്ലാം ഞാൻ അങ്ങനെ എടുത്തു. അതുപോലെ തന്നെ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പോണ സമയത്ത് ആ മുകളിലേക്ക് സ്റ്റെപ്പൊക്കെ ആയിട്ടൊരു വീട് കാണാം. അപ്പോൾ അതൊക്കെ ഏതൊക്കെയോ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏതാ സിനിമ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ ഞാൻ വെറുതെ ആ സ്റ്റെപ്പൊക്കെ കയറുന്ന പോലെയും ഇതൊക്കെ എടുത്തു. അങ്ങനെ വീടുകളുടെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇതുണ്ട് സ്റ്റെപ്പ് കയറി പോയിട്ട് ഇങ്ങനെ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ അതൊക്കെ കാണുമ്പോൾ അവിടെ കയറി നിൽക്കാനും ഫോട്ടോ എടുക്കാനും കുറേ പേര് അങ്ങനെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ പിന്നെ തിരിച്ച് വീണ്ടും ഇങ്ങനെ തിരിച്ച് കാണിക്കുകയാണ്. നമ്മൾ വന്ന വഴിയും പോണ വഴിയൊക്കെ ഞാൻ കാണിച്ചു എന്ന് മാത്രം. എന്ത് രസമാണ് കാണാൻ. അവിടെയൊക്കെ ചെടികളും പൂക്കളും പുല്ലുകളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്. അതിനുശേഷം പിന്നെ ഇവിടുന്ന് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇടത്തോട്ട് ഇങ്ങനെ തിരിയുക ചെയ്യുക. ഈ രണ്ട് സൈഡും വീടുകൾ, കുറേ വീടുകളുണ്ട്. ആ വീടുകൾ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇടത്തോട്ട് തിരിയുമ്പോൾ അവിടെ ഇങ്ങനെ ആ റോഡ് രണ്ട് സൈഡിലും അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ആ പോണ സമയത്ത് ഒരു പഴയ ഒരു കെട്ടിടം തകർന്ന് വീണ പോലെ, ഞാൻ പറഞ്ഞു ഇതൊന്നും ഒറിജിനലല്ല വീടുകളെന്ന് പറഞ്ഞു. അപ്പോൾ തകർന്ന് വീണ് കിടക്കുന്ന പോലത്തെ ഒരു വീട് കണ്ടു. അപ്പോൾ ഞാനത് എന്തയ്യോ ഇതൊക്കെ പൊളിഞ്ഞു. അപ്പോഴാണ് കണ്ടത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. നമ്മൾ കമ്പികൾ വെച്ച് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടാണ് ഈ വീടുകളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ ഈ വീടുകളെന്നല്ല പല വീടുകളും അങ്ങനെ ഒറിജിനൽ അല്ലാത്ത വീടുകൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അതൊരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഹോസ്പിറ്റൽ, അവിടുന്ന് നമ്മൾ തിരിഞ്ഞ് വരുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ എയർപോർട്ട് പോലെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ കെട്ടിടങ്ങൾ ഇവരുണ്ടാക്കിയിട്ടും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഏതോ മായിക ലോകത്ത് എത്തിയ പോലെയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് പക്ഷേ നമ്മൾ പറയുമ്പോൾ സിനിമയിലെ ഓരോ രംഗങ്ങളും നമ്മൾ ഓർത്ത് വെക്കാത്ത കാരണം നമുക്ക് അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീടുകളൊക്കെ കാണുമ്പോൾ ഒറിജിനൽ അല്ലാത്ത ഈ വീടുകൾ കാണുമ്പോൾ നമ്മൾ ചെന്നിങ്ങനെ തട്ടി നോക്കുമ്പോൾ അറിയാം. ഞാൻ അതിന് മുൻപ് പറഞ്ഞു നമ്മുടെ ബാഹുബലിയിലെ ഷൂട്ടിങ് നടന്ന സ്ഥലത്ത് ഞാനങ്ങനെ കുതിരേനെയൊക്കെ തട്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് തട്ടി നോക്കുമ്പോൾ അറിയാം ഒറിജിനൽ അല്ല എന്നുള്ളത്. അങ്ങനെ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലാതെ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നേരെ ചെല്ലുമ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ വെറുതെ നടക്കാനായിട്ട് അവിടെ കാഴ്ചകളില്ല. ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്നിട്ട് കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ എന്താണെന്ന് വെച്ചാൽ നോക്കി വെക്കുമ്പോൾ വെറുതെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഇതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതുണ്ട് ഹോസ്പിറ്റൽ മാതൃകയിൽ ഉണ്ടാക്കിയേക്കാണ് ആ ഫ്രണ്ടിൽ. അതിൻ്റെ ഈ സൈഡിലൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ അത് കണ്ടപ്പോഴാണ് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞത് ഒരു ഹോസ്പിറ്റലിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയേക്കാണെന്ന് കണ്ടു. ഫ്രണ്ടിൽ അത് ഹോസ്പിറ്റലാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതേ കെട്ടിടത്തിൻ്റെ ബാക്കാണ് എയർപോർട്ടായിട്ട് വരണത് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ആ ഭാഗം ഒന്നും എടുത്തു. ഞങ്ങൾ ആ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കൊന്നും കയറിയില്ല. അതുപോലെ എയർപോർട്ടിലേക്ക് ആൾക്കാർ കയറിപ്പോയി. അവിടെ എയർപോർട്ടിൻ്റെ സെറ്റപ്പിൽ സീറ്റുകളൊക്കെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഹോസ്പിറ്റൽ മാതൃകയുടെ സൈഡിൽ കൂടെ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ ഉള്ള ഭാഗം ഞാൻ വെറുതെ വീഡിയോസൊക്കെ എടുത്ത് എന്ത് ഭംഗിയാണ് കാണാനായിട്ടല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിൻ്റെ ബാക്ക് ഭാഗത്തെത്തി. കണ്ടോ, ശരിക്കും ഒരു എയർപോർട്ടല്ല എന്ന് ആരാ പറയുക. നമ്മൾ എൻട്രൻസ് ആയിട്ട് കാണുന്ന ഭാഗം അതുപോലെ സീറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി. പക്ഷെ ഞാനൊന്നും പോയില്ല കേട്ടോ, കയറിയില്ല. വേറെ ഒന്നുമില്ല, ആ സെറ്റപ്പ് സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഫ്ലൈറ്റിൻ്റെ ഒരു മാതൃക മോഡൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ഒരു ബസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കയറി. പിന്നെ നമ്മൾ ഇറങ്ങുന്നത് ബട്ടർഫ്ലൈ പാർക്കിലാണ് കേട്ടോ. ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ കമ്പിയൊക്കെ ഇട്ടിട്ട് നെറ്റ് പോലെയൊക്കെ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിറച്ച്
എന്നിട്ട് കാണുമ്പോൾ തന്നെ അങ്ങനെ ബട്ടർഫ്ലൈ പാർക്ക് ഇങ്ങനെ കാണിക്കുക, നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കാണില്ല വെളിച്ചം കാരണം നമുക്ക് അധികം അങ്ങോട്ട് ബട്ടർഫ്ലൈസ് ഇരിക്കുന്നത് കാണില്ല. പിന്നീട് ഞാൻ കണ്ടെത്തിയത്, അപ്പോൾ ഞാൻ ഒന്ന് സൂം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, നിറച്ച് ആ മൂലക്കിലൊക്കെ നിറച്ച് ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ. പിന്നെ ബ്ലാക്ക് കളറൊക്കെ ആയതുകൊണ്ട് കൂടുതലായിട്ട് കാണണമെന്നില്ല, ഏകദേശം ഇരുട്ടായി തുടങ്ങി. പിന്നെ അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു വെള്ളം ഇങ്ങനെ വെറുതെ ഒഴുക്കി വിടുന്ന പോലെ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആ ബട്ടർഫ്ലൈനെയൊക്കെ നമ്മൾ കുറച്ച് നേരമൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് കിടക്കുന്നത് അതിലും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തൊക്കെയാണ്. കാണുമ്പോൾ തന്നെ കണ്ണിനും മനസ്സിനൊക്കെ ഒരുപോലെ കുളിർമ നൽകുന്ന ഒരു സ്ഥലത്തേക്കാണ് പിന്നെ നമ്മൾ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈയുടെ പാർക്കിൽ നിന്ന് നമ്മൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിൽ തന്നെ ഒരു ഡോറുണ്ട്, അവിടേക്ക് കിടക്കുമ്പോഴാണ് ഇങ്ങനെ കണ്ടോ ധാരാളം പക്ഷികൾ, പലതരത്തിലുള്ള പക്ഷികൾ. അപ്പോൾ അതിൽ ഓരോന്നൊക്കെ അവർ പറന്നിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നെറ്റ് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് പോവില്ല. അപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന കവാടത്തിൻ്റെ മുകളിൽ കണ്ടു വന്നിരിക്കുന്നത് കണ്ടോ. ഇങ്ങനത്തെ പക്ഷികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നോക്കിക്കോളൂ കേട്ടോ, നല്ല രസമാണ്. അരയന്നം, അതുപോലെ തന്നെ മറ്റേതിന് പേരെന്താ പറയുക എനിക്കറിയില്ല, കഴുത്ത് ശരിക്കും നീളത്തിലായിട്ട് ഇങ്ങനെ അത് കിടന്നിങ്ങനെ കഴുത്ത് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചും കൊണ്ടിരിക്കുകയെന്ന് വരും. അപ്പോൾ അതൊന്നും ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പക്ഷി ശബ്ദം ഉണ്ടാക്കിയപ്പോൾ എല്ലാ ആൾക്കാരും വീഡിയോ എടുക്കാനായിട്ട് നോക്കി, പിന്നീട് അത് ശബ്ദം ഉണ്ടാക്കിയില്ല, കുറേ പേര് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അത് നോക്കൂ, ഈ പക്ഷിയുടെ കഴുത്ത് നാക്കണത് നോക്കൂട്ടോ, ഒരു പ്രത്യേകത ഉണ്ട് കാണാനായിട്ടല്ലേ. എന്താ പേര് എനിക്കറിയില്ല കേട്ടോ, അരയനാണോ എന്താ എനിക്കറിയില്ല. പിന്നെ ധാരാളം ഇങ്ങനത്തെ പക്ഷികളാണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ ഈ സമയത്ത് ഇവിടെ ശബ്ദം ഉണ്ടാക്കി കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ കുറച്ച് സമയം അതിനെയൊക്കെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ പക്ഷികളൊക്കെ. അവിടുന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താറാവുകളുണ്ട്, കോഴികളെ പോലത്തെ പക്ഷികൾ, കോഴികൾ തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ അവരൊക്കെ അവിടെ കുറച്ചിങ്ങനെ ആ പച്ചപ്പിലൊക്കെ ഇങ്ങനെ കളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ കുറേ പേര് ആ വെള്ളച്ചാട്ടം അതുപോലെ തന്നെ പാലമരം എല്ലാം കൂടിയിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. അപ്പോൾ കുറേ പേര് അവിടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു, അവരുടെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ തിരക്കായതുകൊണ്ട് കൂടുതൽ സമയം അവിടെ ചിലവഴിച്ചില്ല. അവിടെ നിന്ന് ഞാനിങ്ങനെ ഈ പോകുന്ന പോക്കിൽ വീണ്ടും ഈ പക്ഷികളുടെയൊക്കെ ഫോട്ടോ എടുത്തു. നല്ല ഭംഗിയുണ്ട്. പിന്നെ അവർക്കൊക്കെ ഇങ്ങനെ വെള്ളം ചാല് പോലെ വെള്ളം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ ഒരു കാണാൻ ഒരു ഭംഗി കേട്ടോ. നിറയെ പുല്ലൊക്കെ വിരിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലും അങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ചിലവഴിച്ചു. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കാണുമ്പോൾ ഈ കഴുത്ത് കൊണ്ട് ഇങ്ങനെ ആക്കണത് കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടാണ്. അപ്പോൾ പിന്നെ നിറയെ താറാവുകൾ അത് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതാ വെള്ളച്ചാട്ടം ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്, അതാ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരക്കല്ലേ വെച്ചിട്ട് ഞാൻ ഇവിടെ വീണ്ടും കുറച്ച് സമയം കൂടി ഇങ്ങനെ നിന്നതാണ്. അച്ഛാ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകണമെങ്കിലും ആ ആൾക്കാർ നിൽക്കണതിൻ്റെ സൈഡിൽ കൂടെ വേണം പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് നല്ല തിക്കും തിരക്കായി, അതാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി വന്നിട്ട് കൈ കൊടുത്തിട്ട് വാ 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 പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഒരു പക്ഷി വന്നു കേട്ടോ. ഇതുണ്ട് വെള്ളച്ചാട്ടം പോലെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ തൊട്ട് പാലമരമാണ് കേട്ടോ. തൊട്ടും അതിൻ്റെ മീതെയൊക്കെ പാലമരം ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഭംഗി. പിന്നെ അവിടെ നിന്ന് നമ്മൾ നടക്കുന്നത് നിറയെ തത്തകളാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ പറയും പച്ച തത്തയുടെ നിറം പച്ച എന്ന് പറയും. ഇപ്പോൾ തത്തയുടെ നിറം പച്ച എന്ന് പറയാൻ പറ്റില്ല, പല നിറത്തിലുള്ള തത്തകളെ നമ്മൾ കാണണത് കേട്ടോ. അതുപോലെ ഒരുപാട് വിവിധ ഇനം പക്ഷികളും ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ ഭംഗിയാണ്. അവരെന്നെ നിരത്തി വിട്ട പോലെ ഇങ്ങനെ കൂട്ടിലല്ലാണ്ട് തന്നെ പുറത്തും ധാരാളം തത്തകളും പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ ഒരുപാട് നല്ല രസമാണ് നമുക്ക് അവരുടെ കാഴ്ചകൾ. പിന്നെ ഒന്നിച്ച് രണ്ട് പക്ഷികൾ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊക്കുകൊണ്ട് ഉരുമണതും അതുപോലെ തന്നെ ചിറകിനടിയിൽ ഇങ്ങനെ കുത്തി കൊടുക്കുന്നതും ഒക്കെ കാണാനായിട്ടൊരു ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഭംഗി ഒന്ന് നമുക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിന് കുളിർമയും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷവും അങ്ങനെയാണിത് കാണുമ്പോൾ, ഈ പക്ഷികളെ കാണുമ്പോൾ. കാരണം നല്ല വൃത്തിയായിട്ടായിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ഒരു കാണുമ്പോൾ ഒരു വൃത്തികേടോ ഒന്നുമില്ല, നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. അല്ല ചില സ്ഥലങ്ങളിലൊക്കെ പോയി ഈ പക്ഷികളുടെയൊക്കെ കാഷ്ടം അങ്ങനെയൊക്കെ ആയിട്ട് സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് അങ്ങനെ നല്ല നീറ്റായിട്ടാണ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാനും നീറ്റാണ്. പക്ഷികളെ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. തത്തകളേനൊക്കെ ചിലർ കൈയൊക്കെ ഇങ്ങനെ നീട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ കൈൻ്റെ മുകളിൽ ഇങ്ങനെ വേദനിക്കാത്ത രീതിയിൽ കൊത്തണൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊടാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ അവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത്ര പേരാ കൈയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ കയ്യിലേക്ക് കൊത്താനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, പച്ചയും ചുവപ്പായിട്ട് എന്ത് ഭംഗിയാണ് കാണാൻ ഈ തത്തേനെയൊക്കെ കാണാനായിട്ട്. പിന്നെ വെറും ചുവപ്പായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെമ്പരത്തി ചെടികൾ അവിടെ ഉണ്ട്. ആ ചെമ്പരത്തിയുടെ ഇടയിലൊക്കെ അവരിങ്ങനെ ജീവിക്കുന്നുണ്ട്. ഈ പക്ഷിയുടെ വാലിന് എന്തൊരു നീളം, ആ കൂട്ടിലിട്ട പക്ഷിയുടെ അതിൻ്റെ രണ്ടെണ്ണം പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ തത്ത കണ്ടോ ഓറഞ്ചും പച്ചയായിട്ട്, എന്ത് പല കളറിൽ ഇതിൻ്റെ കണ്ടോ
3-4 കളറാണ് ഈ തത്തയ്ക്ക്. അങ്ങനെ ഇത് 2 ചെമ്പരത്തിയുടെ മുകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെമ്പരത്തി പൂവാന്നേ വിചാരിക്കുള്ളൂ. രണ്ടുപേരിങ്ങനെ ഇരിക്കണതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം അത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. ബൈ.